യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അകത്തേക്ക് വരാമോ? ഞാൻ കരുതി താൻ ഉറങ്ങിക്കാണോന്ന്. സൂര്യ വന്നിട്ട് ഒന്ന് കണ്ട ശേഷം കിടക്കാന്ന് കരുതി. സൂര്യ, ഞാൻ എത്ര ആത്മാർത്ഥത കാണിച്ചാലും പലരുടെയും കണ്ണില് ഞാൻ ഇന്നൊരു കരട. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഉള്ളവരുടെ കാര്യമല്ല, ഭാവനയുടെ വീട്ടിലുള്ളവരുടെ കാര്യോ. ഇന്ന് തന്നെ നിങ്ങൾ വിരുന്നിന് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവാൻ ആന്റി ഭാവനയോട് പറഞ്ഞതാ. അപ്പോ സേതുവേട്ടൻ പറയാ അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോടൊപ്പം വരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കെന്താ അത്രയ്ക്ക് ബോധമില്ലേ? നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിനിടയിലും ഞാനൊരു കണ്ണിയാവാൻ നോക്കൂ. സൂര്യ, ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. വിട്ടേക്ക് മാനസ. സേതുവട്ടനൊക്കെ നമ്മളെക്കാൾ കുറെ ജീവിതം കണ്ടതല്ലേ. അവരുടെ ഭാഗത്ത് ശരിയല്ലേ അവർ സംസാരിക്കൂ. അങ്ങനെ കണ്ടാ മതി. വിരുന്നിന് പോകുന്നിടത്തൊക്കെ മറ്റൊരാൾ ആരെങ്കിലും കൂട്ടാൻ നിൽക്കൂ? ഒരിക്കലും ഇല്ല. പിന്നെ അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാവും. ഭാവനയ്ക്ക് അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് മാന്യായിട്ടാ ഭാവന സംസാരിച്ച. എല്ലാവർക്കും ഭാവനയാവാൻ പറ്റില്ലല്ലോ മനസ്സ്. വിട്ടേക്ക്. ഇതൊക്കെ പ്രശ്നമാക്കാൻ പോയാൽ പിന്നെ അതിനെ നേരം കാണും. സൂര്യ, ഞാൻ പ്രശ്നമാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. ഇപ്പോഴും എന്നെ കാണുന്ന രീതിയെ കുറിച്ച് പറഞ്ഞതാ. പോട്ടെ മനസ്സാ, സേതുവേട്ടൻ അങ്ങനെയാ. ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല എന്ന് കരുതി നിന്നോടൊരിക്കലും സേതുവേട്ടന് ദേഷ്യം ഒന്നും കാണില്ല. ചില സമയത്ത് എവിടെ എന്ത് സംസാരിക്കണമെന്ന് സേതുവേട്ടന് അറിയില്ല. നീ അതൊന്നും കാര്യമാക്കണ്ട. ഭാവന, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിൽ വിഷമം വരുന്ന കാര്യം പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അവക്ക് നല്ല വിഷമമുണ്ടല്ലേ? സാരമില്ല ഭാവന, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഒപ്പം വരാൻ വിളിച്ചാലും മാനസ വരില്ല. സൂര്യ, നീ എന്താ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നത്? ഇന്നെന്തോ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ആണോ? ഓ, വലിയ കാര്യമായിപ്പോയി. ഞാൻ വെറുതെ പറഞ്ഞല്ല ഭാവന. ഈ സാരിയിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെയുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപൂർവമായി കിട്ടാറുള്ളൂ. ആണോ? അതുകൊണ്ട് അല്ല, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടു. നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യാഥാർത്ഥ്യമായാൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുമെന്ന് തനിക്കറിയോ? എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. എന്നാലേ എനിക്ക് അങ്ങനെയുള്ള ധാരാളം സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിലൊരു സ്വപ്നമാ ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏയ്, അത് വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? അല്ല ഭാവന, ഇതുപോലെ നമ്മൾ മാത്രമായ എത്രയോ നിമിഷങ്ങൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. അതുപോലെ ഒരു മനോഹരമായ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമാണ് ഇപ്പൊ എന്റെ മുമ്പിൽ. തന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു ഭാവന. എന്താ, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? തൽക്കാലം ഒന്നും പറയാനില്ല.